എന്തുകൊണ്ടാണ് ഈ കൊതുകുകൾ റബ്ബർ കർഷകരെയും ടാപ്പിംഗ് തൊഴിലാളികളെയും ഇങ്ങനെ നിരന്തരം കടിക്കുന്നത്? എന്നാൽ ചില ടാപ്പിംഗ് തൊഴിലാളികളെ കൊതുക് കടിക്കുന്നില്ലെന്നും പറയുന്നുണ്ട്. എന്നാൽ ചിലർക്ക് എത്ര നമ്മൾ ദേഹം മൊത്തം മറച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞാലും എവിടെയെങ്കിലുമൊക്കെ കയറി കടിക്കുന്നുമുണ്ട്. എന്നാൽ ഷർട്ട് പോലും ഇടാതെ ടാപ്പിങ്ങിനായിട്ട് നടക്കുന്ന ചിലർക്കൊന്നും കൊതുക് കടിക്കുന്നുമില്ല. എന്തുകൊണ്ടാണ് കാരണമെന്ന് നമുക്ക് നോക്കാം. ചില മനുഷ്യരിലേക്ക് കൊതുകുകൾ കൂടുതൽ ആകർഷിക്കപ്പെടാനുള്ള കാരണങ്ങൾ മനസ്സിലാക്കുന്നത് ഡെങ്കിപ്പനി പോലെയുള്ള മാരക രോഗങ്ങളെ പ്രതിരോധിക്കാൻ സഹായിക്കും. ചില ആളുകളെ കൊതുകുകൾ കൂട്ടത്തോടെ ആക്രമിക്കുമ്പോൾ കൂടെയുള്ള മറ്റുള്ളവർക്ക് ഒരു കുഴപ്പവുമില്ലാതെ ഇരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് എപ്പോഴും കൊതുക് കടി ഏൽക്കേണ്ടി വരുന്നു എന്നതും വെറും തോന്നലല്ല, അതിന് പിന്നിൽ വ്യക്തമായ ചില ശാസ്ത്രീയ കാരണങ്ങളുണ്ട്. ചില മനുഷ്യരിലേക്ക് കൊതുകുകൾ കൂടുതൽ ആകർഷിക്കപ്പെടാനുള്ള കാരണങ്ങൾ മനസ്സിലാക്കുന്നത് ഡെങ്കിപ്പനി പോലെയുള്ള മാരക രോഗങ്ങളെ പ്രതിരോധിക്കാൻ സഹായിക്കും. പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇതാണ്. ഒന്നാമത്തേത്, ശരീരത്തിൻ്റെ ഗന്ധം. കൊതുകുകൾ ഇരയെ കണ്ടെത്താൻ അവയുടെ തീവ്രമായ ഗന്ധം തിരിച്ചറിയാനുള്ള കഴിവാണ് ഉപയോഗിക്കുന്നത്. മനുഷ്യൻ്റെ ചർമ്മം വിയർപ്പിലൂടെയും ശരീരത്തിലെ എണ്ണമയത്തിലൂടെയും നൂറുകണക്കിന് രാസസംയുക്തങ്ങൾ പുറന്തള്ളുന്നുണ്ട്. ഇതാണ് ഓരോരുത്തർക്കും തനതായ ശരീരഗന്ധം നൽകുന്നത്. ലാക്റ്റിക് ആസിഡ്, അമോണിയ, ചിലതരം കാർബോക്സിലിക് ആസിഡുകൾ എന്നിവ ശരീരത്തിൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ആളുകളിലേക്ക് കൊതുകുകൾ പെട്ടെന്ന് ആകർഷിക്കപ്പെടുന്നു. കൂടാതെ നമ്മുടെ ചർമ്മത്തിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന ബാക്ടീരിയകളും ഈ ഗന്ധത്തെ സ്വാധീനിക്കുന്നുണ്ട്. ചിലരിലെ ബാക്ടീരിയകളുടെ സാന്നിധ്യം കൊതുകുകൾക്ക് കൂടുതൽ പ്രിയപ്പെട്ട ഗന്ധം ഉണ്ടാക്കാൻ കാരണമാകുന്നു. അടുത്ത രണ്ടാമത്തത്, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ്. വളരെ ദൂരെ നിന്ന് പോലും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ കൊതുകുകൾക്ക് കഴിയും. നമ്മൾ ശ്വാസം പുറത്തു വിടുമ്പോഴെല്ലാം കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിലേക്ക് കലരുന്നുണ്ട്. ഇത് കൊതുകുകൾക്ക് നമ്മളിലേക്ക് എത്താനുള്ള വഴികാട്ടിയായി മാറുന്നു. കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്ന മുതിർന്നവർ, വണ്ണമുള്ളവർ എന്നിവരെ കൊതുകുകൾ വേഗത്തിൽ തിരിച്ചറിയുന്നു. അടുത്ത മൂന്നാമത്തെ കാരണം നോക്കാം, ശരീരത്തിലെ ചൂടും വിയർപ്പും. കൊതുകുകൾക്ക് ചൂടും ഈർപ്പവും വളരെ ഇഷ്ടമാണ്. ഗന്ധത്തിലൂടെയും കാർബൺ ഡൈ ഓക്സൈഡിലൂടെയും മനുഷ്യനിലേക്ക് അടുക്കുന്ന കൊതുകുകൾ പിന്നീട് ചോര കുടിക്കാനായി ശരീരത്തിലെ ഏറ്റവും ചൂടുള്ള ഭാഗങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്. സ്ഥിരമായി വ്യായാമം ചെയ്യുന്നവർ, വെയിലത്ത് ജോലി ചെയ്യുന്നവർ, അല്ലെങ്കിൽ അമിതമായി വിയർക്കുന്നവർ എന്നിവരെ കൊതുകുകൾ വേഗത്തിൽ ആക്രമിക്കാറുണ്ട്. ചൂടുള്ള ചർമ്മവും വിയർപ്പും കൊതുകുകൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കുന്നത്. അടുത്ത നാലാമത്തെ കാരണം, ചില രക്തഗ്രൂപ്പുകൾ. ചില പ്രത്യേക രക്തഗ്രൂപ്പുകളോട് കൊതുകുകൾക്ക് താല്പര്യം കൂടുതലാണെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. എ ഗ്രൂപ്പുകാരെ അപേക്ഷിച്ച് ഒ ഗ്രൂപ്പ് രക്തമുള്ളവരെ കൊതുകുകൾ കൂടുതൽ കടിക്കാറുണ്ടെന്നാണ് കണ്ടെത്തൽ. എങ്കിലും ഇതിനെക്കുറിച്ച് പൂർണ്ണമായ സ്ഥിരീകരണത്തിനായി കൂടുതൽ പഠനങ്ങൾ നടന്നു വരികയാണ്. ഗർഭിണികൾ കൂടുതൽ ശ്രദ്ധിക്കണം. ഗർഭിണികളായ സ്ത്രീകൾ ശരീര താപനില അല്പം കൂടുതലായിരിക്കും. അതോടൊപ്പം അവർ സാധാരണയേക്കാൾ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് ശ്വാസത്തിലൂടെ പുറന്തള്ളുകയും ചെയ്യുന്നു. ഇത് കൊതുകുകളെ പെട്ടെന്ന് ആകർഷിക്കാൻ കാരണമാകും. അതിനാൽ ഡെങ്കിപ്പനി പടരുന്ന സാഹചര്യങ്ങളിൽ ഗർഭിണികൾ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്.